ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഗെയിമർ ഡ്യൂട്ട് 7 1 ബ്ലോക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെയൊക്കെ ചെയ്ത പരിപാടികളൊക്കെ ഇത് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും കുറേ മൈനൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ അങ്ങനെ വെറുതെ എന്താ പറയുക, നേരെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ലാസ്റ്റ് വന്നൊരു ചെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ചെസ്റ്റായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. പക്ഷേ നമ്മൾ മൈൻ ചെയ്യണ മുന്നേ നമ്മുടെ കയ്യിൽ പിക്കാക്സ് ഒക്കെ കുറവാണ്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആദ്യം പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കാം. സ്റ്റിക്കും വുഡൊക്കെ അങ്ങോട്ട് കയറട്ടെ. കോബിൾ സ്റ്റോൺ വേണം, വുഡ് എടുക്കാം. നമുക്ക് ഇനി ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് ആദ്യം നമുക്കൊരു ആക്സ് ഉണ്ടാക്കണം. ആദ്യം നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാം ആദ്യം. ഇനി സ്റ്റിക്കില്ല കേട്ടോ, സ്റ്റിക്ക് ഉണ്ടാക്കണം. ഇനി നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. 4 സ്റ്റിക്ക് മതി കേട്ടോ. ഇനി നമുക്ക് ആക്സും പിന്നെ വേണമെങ്കിൽ ഒരു പിക്കാക്സും കൂടി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ പണിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇരിക്കുക. ഇനി ഇതുകൊണ്ട് മൈൻ ചെയ്യാം കേട്ടോ. ഇതാണ് മെയിൻ പ്രശ്നം കേട്ടോ. അപ്പം ഇനി ആ ചെസ്റ്റ് അവിടെ പിന്നെ നമുക്ക് നേരെ മൈൻ ചെയ്യാം. നമ്മൾ മൈനിങ് തുടങ്ങിയിട്ട് ചായം വന്നു. ഗോൾഡ് നമ്മളിങ്ങനെ പിക്കാക്സ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് വെട്ടിക്കാനും ഓരോ പിക്കാക്സ്. നമുക്ക് സ്റ്റോൺ പിക്കാക്സിന് മതി. ഗോൾഡ്, ഡയമണ്ട് അങ്ങനത്തെ റെഡ് സ്റ്റോണൊക്കെ പൊട്ടിക്കാനാണ് അയൺ പിക്കാക്സ്. നമുക്ക് പൊട്ടിച്ചോണ്ടിരിക്കാം. അപ്പോൾ ഞാനൊരു ടൈം ലാപ്സ് ഇതാട്ടോ. ഞാൻ മൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ കേസ് എനിക്കൊരു ഓർമ്മ, നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരുന്ന 2 ഡയമണ്ടിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടിയ ഒരു ഡയമണ്ടും കൂടി എടുത്തിട്ട് നമുക്കൊരു ഡയമണ്ട് പിക്കാക്സും കൂടി ഉണ്ടാക്കിയാലോ എന്ന്. നമുക്ക് നേരെ ആ 2 ഡയമണ്ടും കൂടി എടുക്കാം കേട്ടോ. അതിന് നമുക്ക് ഈ ചെസ്റ്റ് ഒന്ന് ലാഭിയാക്കാം. നമുക്ക് നേരെ ഡയമണ്ട് പിക്കാക്സ് എടുക്കാം. ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം കേട്ടോ. ഡയമണ്ട് എടുത്തിട്ട് അപ്പോൾ നമ്മുടെ 3 ഡയമണ്ട് കൂടി കൈക്ക് എടുക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കാനുള്ള നമ്മുടെ കയ്യിലുണ്ട്. ഇനി ആ എണ്ണും ചവറൊക്കെ അങ്ങോട്ട് കയറ്റി വെക്കാം. അയൺ ചവറാണെന്നല്ല കേട്ടോ പറഞ്ഞു. ചവറും അയണൊക്കെ കയറ്റി വെക്കാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ വേറെ വേറെ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പേസ് വേണം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കി വെക്കണം. അവിടെ ആ അയണ് 2 ഒരുമിച്ചിട്ടാണ് നിൽക്കുന്നത്. അതൊക്കെ ലാപ്പിസ് ലസൂലി, റെഡ് സ്റ്റോൺ ഒരു സ്റ്റാക്ക് ഉണ്ടോ? റെഡ് സ്റ്റോൺ കറക്റ്റ് ഒരു സ്റ്റാക്കാണുള്ളത്. ലാപ്പിസ് ലസൂലി 55 എണ്ണം. പിന്നെ ഇത്രയൊക്കെ തന്നെ. നമുക്ക് നേരെ പിക്കാക്സ് ഉണ്ടാക്കാം കേട്ടോ. അതിന് മുന്നേ ഇവിടെ ഇതാണ് കേട്ടോ കഷ്ടപ്പാട്. നമുക്കിനി വരുന്നൊക്കെ ഇനി നമുക്കിതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാണ്. കാരണം കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ മറന്നു കിട്ടോ. സ്റ്റിക്ക് ആദ്യം ഉണ്ടാക്കണമായിരുന്നു. ഞാൻ മറന്നു പോയ കാര്യം.
എന്താ എത്താന്നല്ല. നമ്മൾ ഫസ്റ്റ് ഡയമണ്ട് പിക്കാക്സ് നമ്മൾ കയ്യിലെത്തിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡയമണ്ട് പിക്കാക്സ് കയ്യിലെത്തിയിട്ട് നമുക്ക് ഇനിയും ബാക്കി മൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ മൈൻ ചെയ്യണ വീഡിയോ വേണോ വേണ്ട നിങ്ങൾ കമൻറ്റ് ചെയ്ത് ജസ്റ്റ് കേട്ടോ. നമ്മളിങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓഫ് ക്യാമിൽ ഞാൻ കുറേ ബിൽഡിങ്ങുകളൊക്കെ കൊണ്ടുവരും. അത് നിങ്ങളോട് പറഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ. ചിലത് മാത്രം ഞാൻ അങ്ങനെ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്കൊരു ടൈം ലാപ്സ് കണ്ടിട്ട് വരാം. ബിക്കോസ് ഇത് വീഡിയോയുടെ ലെങ്ത് കൂട്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഇതുപോലെ നമ്മുടെ അയൺ പിക്കാക്സ് ഇപ്പോൾ പൊട്ടാറായിട്ട് കേട്ടോ. എൻ്റെ ഹെൽത്തൊക്കെ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് വുഡൻ പിക്കാക്സ് ഒക്കെ കയറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് സ്റ്റോൺ എടുക്കാം കേട്ടോ. ഈ സ്റ്റോൺ എടുത്തിട്ട് ഒരു പരിപാടി ഉണ്ട് നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ഫാമൊക്കെ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. ഒരു സ്ഥലം ആവശ്യമുണ്ട്, ഒരു ഏരിയ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇവിടുന്നൊരു 20 ബ്ലോക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ 1 2 3 4 ഇതിൻ്റെ ഈ ഒരു വലിയ സർക്കിളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടൈം ലാപ്സ് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ടൈം ലാപ്സ് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കോബ്ലിസ്റ്റോൺ വെച്ചിട്ട് നമ്മൾ ഈ സ്ഥലം ഇത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അടുത്ത ഫാം ഉണ്ടാക്കണ XP ഫാമാണ്. അത് അടുത്ത ഇതിൽ തന്നെ വരും കേട്ടോ. കോബ്ലിസ്റ്റോൺ കിട്ടുന്നതിനനുസരിച്ചിരിക്കും. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം. നമ്മുടെ കയ്യിൽ മറ്റേ വാട്ടർ ബക്കറ്റും ഉണ്ട്, ലാവ ബക്കറ്റും ഉണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അതായിട്ട് ഇതുണ്ടാക്കാം കേട്ടോ. ഈ കോബ്ലിസ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാം. അപ്പോൾ എനിക്കത് അത്രയ്ക്കൊന്നും അറിയില്ല. നമ്മുടെ കയ്യിലുള്ള ബ്ലോക്കൊക്കെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതും വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്ന കാരണം അതൊന്ന് ടൈം ലാപ്സ് കേട്ടോ. അറിയാം ബോറടിക്കണ്ടാവോ എന്ന്. ഗൈസ് അവിടെ എന്തോ സ്പോണായിട്ടുണ്ട്. അതെന്തൂട്ടാ ഗൈസ്? മറ്റേ വാൻഡറിങ് ട്രേഡറാണ് കേട്ടോ. അപ്പോൾ അവനൊക്കെ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ബാക്കി കാര്യം നോക്കാം. ഗൈസ് നമുക്ക് ഈ ടോർച്ച് എടുത്തിട്ട് അവിടെ കൊണ്ടുവെക്കണം, ഇല്ലെങ്കിൽ രാത്രി വല്ല മോബ് സ്പോണാവും. വേഗം പോയിട്ട് ടോർച്ചൊക്കെ ഇവിടെ തന്നെ എടുത്തിട്ട്
ടോർച്ച് കൊണ്ടുവരണം. ഇവിടെ അവിടെ എണ്ണിരിക്കട്ടെ, അവിടെ എണ്ണിരിക്കട്ടെ. അവന്മാരുടെ വേണം ട്രേഡർ താഴെ പോയിട്ടുണ്ട്. ലാമാസ് കിടക്കുന്നുണ്ട്. അവന്മാരെയും കൊണ്ടൊന്നും വലിയ ഉപകാരമൊന്നുമില്ല. ഒരിക്കലും പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് ആ ലീഷ് എടുക്കാം. ലെഡ് എടുക്കാം. ലെഡ് ലീസ് ഇത് വെമ്മാരെയും കൊണ്ട് ആവശ്യമില്ല. കാരണം നമുക്ക് വെമ്മാരെ കൊണ്ടുപോകണ്ട കേട്ടോ. ഇനി നമുക്ക് നേരെ അടുവാം. ഇവിടെ നിന്ന് എങ്ങാനും വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള സാധനം മൊത്തം പോകും. ഡയമണ്ട് പിക്കാക്സും എല്ലാം അവിടെ പോകും. ഞാൻ താഴെ ഒരെണ്ണം വെക്കണം. അവിടെ നേരത്തെ സോംബി സ്പോൺ ആയിട്ട് കേട്ടോ. നമുക്ക് താഴെ പോയി വെച്ചാൽ മതി. ഇവിടെ ഒരെണ്ണം ഇരിക്കട്ടെ. ഇനി നമുക്ക് നേരെ മേലെ പോകട്ടോ. നമുക്ക് ഇനി നമ്മുടെ പരിപാടിക്ക് കിടക്കാം കേട്ടോ. കോബ്ൽസ്റ്റോൺ ജനറേറ്ററിൻ്റെ പരിപാടിക്ക് കിടക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞാൽ ഈ ഇതാണ് ലാവ ബക്കറ്റും വാട്ടർ ബക്കറ്റും ഇത്ര മതി കേട്ടോ. നമുക്ക് ഈ ഡയോറൈറ്റ് ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. ഇതൊന്ന് ബിൽഡ് ചെയ്യണം കേട്ടോ. അപ്പം അതും ചെറിയൊരു ടൈം ലാപ്സ് കാണിക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കോബ്ൽസ്റ്റോൺ ജനറേറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ട് മൈൻ ചെയ്യാം. പോയി നമ്മളുണ്ടാക്കിയത് തെറ്റിട്ടോ. നമ്മളൊരു പൊട്ടത്തരം കാണിച്ചു. ഈ ലാവ ബക്കറ്റ് ഒരു ബ്ലോക്ക് വിട്ടിട്ടാണ് ഈ ഡയോറൈറ്റ് ഇരിക്കുന്ന ഭാഗത്തായിരുന്നു ഇത് വെക്കേണ്ടത്. നമ്മുടെ ലാവ പോയ പോക്ക് നമ്മുടെ ലാവ ഒബ്സിഡിയൻ കട്ടായി മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ചെസ്റ്റ് വന്നിട്ട് ഒബ്സിഡിയനും ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് വെക്കാട്ടോ. ഈ വാട്ടറിന് ആകെയുള്ള വാട്ടറാണ്. നമ്മുടെ വാട്ടർ ഇതേപോലെ ഫസ്റ്റ് എപ്പിസോഡിൽ പോയി, സെക്കൻഡ് എപ്പിസോഡിൽ പോയി. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി വേറെ ഒന്നുമില്ല. നമ്മുടെ ചെസ്റ്റ് തുറന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ കയ്യിൽ ഇപ്പം തന്നെ 16 അയൺ ഇങ്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ റോ അയണായിട്ട് 20 ഉണ്ട്. അപ്പോൾ നമുക്ക് 20 റോ അയൺ എടുത്തിട്ട് പൊരിച്ചിട്ട് ബാക്കി 8 നമുക്ക് അയൺ ആർമർ ആവട്ടോ. അപ്പോൾ അവിടെ എടുക്കാം. കോൾ എടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് അത് ഫർണീസിൽ വെച്ചിട്ട് പൊരിക്കാം. ഇതിൽ 4 അയൺ വേറെ ഇരിക്കുന്നുണ്ട്. ഇത് പൊരിക്കാൻ വെച്ചിട്ട് ബാക്കി എടുത്തിട്ട് അപ്പോൾ ഇതിലുള്ള ആ 16 അയണും കൂടി എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടൽ 20 അങ്ങനെ ഇതിലും കൂടി കൂട്ടിയിട്ട് 40 അയൺ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ. അപ്പോൾ നമുക്കായിട്ട് അയൺ ആർമർ സെറ്റ് ആവട്ടോ. ഇങ്ങനെ എന്തൊക്കെ ആയിരുന്നു പരിപാടി. ഇതെന്താ ഇത്? സോക്സ് അല്ലേ? സോറി സോക്സ് അല്ല, ഷൂ ഉണ്ടാക്കാം. ഷൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി പരിപാടി വരയ്ക്കണേനെക്കാട്ടി നല്ലത് തപ്പെടുത്ത് ഉണ്ടാക്കണം കേട്ടോ. ഇത് അവിടെ കിടക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് ഇതുണ്ടാക്കാം. എന്താ വെസ്റ്റ് അല്ലേ? അതിൽ വേറെ എന്തൊക്കെയോ പേരാട്ടോ. ഫ്രീ ഫയർ കളിച്ചതിൻ്റെ. ഇനി നമുക്ക് ബാക്കി കുറച്ചുകൂടി എടുത്തിട്ട് നമ്മുടെ തലയിൽ വെക്കാനുള്ള ഹെൽമെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് ഇടാം കേട്ടോ. പിന്നെ കുറച്ചുകൂടി ആയിട്ട് വേണം നമുക്കൊരു ഷീൽഡും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പം നേരെ ഇൻവെൻട്രിയുടെ ഇതിലെടുത്ത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിടാം. ഓക്കെ, പാൻറ് ഇട്ടു, ഷർട്ട് ഇട്ടു, ഷൂ ഇട്ടു. അയ്യോ, ഞാൻ ചുള്ളനായിട്ട് ഇല്ലേ ഗൈസ്? കാണിച്ചു തരാം ഗൈസ്. ഞാൻ അപ്പോൾ ചുള്ളനായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എടുത്തത് അയൺ ഹെൽമെറ്റ്, അയൺ ചെസ്റ്റ് പ്ലേറ്റ്, അയണിൻ്റെ ലെഗിൻസ്, പിന്നെ അയണിൻ്റെ ബൂട്ട് ഇട്ടോ.
ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ ഗെയിമർ ഡ്യൂഡ് 7. ബൈ.